ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ബാത്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് ജാഗുർ കൂടുതലായിട്ട് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ജാഗുറിൻ്റെ കൺസീൽഡ് ചെയ്ത് വെക്കുന്ന ഫ്ലഷ് വാൽവിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ജാഗുറിൻ്റെ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ വരുന്ന ഒരു മോഡലാണിത്. അതായത് ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് വരുന്നത് 1225 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ച് പെർസെൻറ്റേജ് കുറച്ച് നമുക്ക് എന്തായാലും കിട്ടും. ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഈ പാക്കറ്റിൽ വരുന്നത് 2 ആയിട്ടാണ് വരുന്നത്. 2 സെപ്പറേറ്റ് എമൗണ്ടാണ് വരുന്നത്. ഇത് നമ്മൾ സാധാരണ ലെവലിൽ നമ്മൾ ഷവർ കോക്ക്, അതായത് ഷവറിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ സ്ഥലത്തെന്ന് വെച്ചാൽ കൺസീൽ ചെയ്ത് വെക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് വാൽവ് നമ്മൾ ബാത്റൂമിൽ വെക്കാറുണ്ട്. കൺസീൽഡ് ഫ്ലഷ് വാൽവിന് വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ആംഗിൾ കോക്ക് നമ്മൾ ഈ ഫ്ലഷ് വാൽവ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് അതിൻ്റെ കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആരോ മാർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ മാർക്ക് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ആരോ മാർക്ക് അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൺസീൽ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ലെവൽ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 ഇഞ്ച്, അതായത് CPC ആണ് നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ അടിക്കുന്നതെങ്കിൽ ചൂടുവെള്ളം അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് ബാത്റൂമിൻ്റെ അകത്ത് കൺസീൽ ചെയ്യുന്ന സമയത്ത് CPC ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ MTA ആണ് കൊടുത്തിരിക്കുന്നത്. ആ MTA കറക്റ്റായിട്ട് നമ്മൾ ഷെല്ലാക്കും. അതുപോലെ തന്നെ ടെഫ്ലോൺ ടേപ്പ് ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ത്രെഡ് അതിൻ്റെ അകത്തുമുണ്ട്, ഈ വാൽവിൻ്റെ അകത്തുമുണ്ട്. അതുപോലെ തന്നെ ത്രെഡ് നമ്മൾ അകത്തേക്ക് കൊടുക്കുക. അകത്തേക്ക് ഫിറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് പൈപ്പ് റേഞ്ച് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 അങ്ങനെ ടൈറ്റ് ചെയ്തുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 20 mm കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ബ്രാസാണ് മെറ്റീരിയൽ, കംപ്ലീറ്റ് ബ്രാസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈലിൻ്റെ മാർക്കിങ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ജസ്റ്റ് ആ മുകളിലുള്ള ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സിമൻറ്റ് കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളതിന് ശേഷം ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ലിവർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ലിവറും കൂടി സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ആം സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആം സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. ഈ ആം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ജാഗുറാണെന്ന് കറക്റ്റായിട്ട് കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആമും കൂടി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽ ചെയ്തതിന് ശേഷം ഉള്ളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഭിത്തിയുടെ ഉള്ളിൽ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഭിത്തിയുടെ ഉള്ളിലിടുന്ന മെറ്റീരിയൽസ് നല്ല രീതിയിൽ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ടൈല് കാര്യങ്ങളെല്ലാം പൊളിച്ച് വളരെ എക്സ്പെൻസ് നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭിത്തിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.